നമ്മുടെ യോഗം ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ഹൃദ്യ ജയറാമിനെ ക്ഷണിക്കും. കരുണാസാഗരമേ കനിവിൻ കവിയും സുധാമൃതമേ, കരുണാസാഗരമേ കനിവിൻ കവിയും സുധാമൃതമേ, കാക്കുക ഞങ്ങളെ കരളിൽ വിരിയും കവിതാ മലരുകളെ, സദയം കവിതാ മലരുകളെ, കരുണാസാഗരമേ കനിവിൻ കവിയും സുധാമൃതമേ, ഒരുമയോടെന്നും സമഭാവനയിൽ കഴിയുമാറാകണമേ, ദിനവും കഴിയുമാറാകണമേ, സകല ചരാചര സത്യസ്വരൂപ ഞങ്ങളിലുണരണമേ, അനുഗ്രഹം ചൊരിയണമേ, കനിവിൻ കതിർദീപമേ, സ്നേഹദയാനിധിയേ, കരുണാസാഗരമേ കനിവിൻ കവിയും സുധാമൃതമേ, കനിവിൻ കവിയും സുധാമൃതമേ, കനിവിൻ കവിയും സുധാമൃതമേ. താങ്ക് യു ഹൃദ്യ. ഒരു മിനിറ്റ് അടുത്തതായി മനോജ് കെ ജി സ്വാഗതത്തിനായി ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പായി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ഒരു മിനിറ്റ് ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് നൽകുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കൂട്ടുകാരെ, അപ്മാർട്ട് സ്കൂളിൽ നമ്മുടെ സഹപാഠിയായിരുന്ന ശ്രീമതി ലക്ഷ്മി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയി. അതുപോലെ നമ്മുടെ കൂട്ടത്തിലെ പലരുടെയും കുടുംബാംഗങ്ങളും നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പല പ്രമുഖ വ്യക്തികളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മെ വിട്ടുപോയിട്ടുണ്ട്. അവരെ സ്മരിക്കുകയും അവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഏതാനും നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൗനപ്രാർത്ഥനയിൽ മുഴുകാം. എല്ലാവർക്കും നന്ദി. യോഗാധ്യക്ഷൻ ശ്രീ ഹരിദാസ് പുളിക്കൻ, യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ ശിവജി ഗുരുവായൂർ, മുഖ്യാതിഥി സുഗതൻ മാഷ്, കവിത പുസ്തകം പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ചാക്കോടി അന്തിക്കാട്, പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന പോൾസൺ താണിക്കൽ, കവിതാ രചന നിർവഹിച്ച നമ്മുടെ പ്രിയ സഹപാഠി ശ്രീ രമണ സ്നേഹതീരം, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്നേഹക്കൂടാരം എന്ന ഈ കൂട്ടായ്മയുടെ രണ്ടാമത്തെ ഗെറ്റ് ടുഗദറാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്.
കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒത്തുചേരൽ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഒത്തുചേരലാണ്. ഇന്നത്തെ ഈ ഒത്തുചേരൽ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ ഗുരുജി ശിവജി ഗുരുവായൂർ അവർകളെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. മലയാള സിനിമാ രംഗത്തെ അതുല്യനായ ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മയിൽ വയ്ക്കാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സിനിമ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതും എന്നാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ആവേശഭരിതരാകുന്നു. അതുപോലെ കഥാപാത്രങ്ങളുടെ സങ്കടം കാണുമ്പോൾ നമ്മളും സങ്കടപ്പെടുന്നു. അതുപോലെ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ. ചെറുപ്പകാലങ്ങളിലൊക്കെ പ്രേത സിനിമകളൊക്കെ കണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പേടിച്ചുകൊണ്ട് നമ്മൾ പലരും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അത് മറന്ന് പഴയ പോലെ തന്നെ ആവും. എന്നിരുന്നാലും നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. ശ്രീ ശിവജി സാർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ശ്രീനിവാസൻ നായകനായ അറബിക്കഥ എന്ന സിനിമയാണ്. അതിലെ കരുണൻ എന്ന കഥാപാത്രം അത് ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൂടെയുള്ളവരെ ചവിട്ടി താഴ്ത്തി എങ്ങനെയെങ്കിലും മുകളിലെത്തണം എന്ന ആഗ്രഹത്തോടെ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു അതിൽ അദ്ദേഹം. ആ സിനിമ കണ്ട ആർക്കും ആ കഥാപാത്രത്തെ മറക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന സിനിമയിലെ ആൻ്റണി എന്ന ഹെഡ് മാസ്റ്ററാണ്. തൻ്റെ സ്കൂളിലെ താൻ വിരമിക്കുന്ന ആ വർഷം തൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും 10ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പാസ്സായി 100% വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ അധ്യാപകൻ പക്ഷേ ഒരു കുട്ടി മാത്രം ആ പരീക്ഷയിൽ തോറ്റുപോയി. ആ സമയത്ത് ഇവൻ നമ്മളെ ചതിച്ചല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന അധ്യാപകൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ അതുല്യനായ ഒരു കലാകാരനെ നമുക്ക് ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെ നമ്മൾ നക്ഷത്രങ്ങളോടാണ് ഉപമിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു നക്ഷത്രത്തെയാണ് നമുക്കിന്ന് ഉദ്ഘാടകനായി ലഭിച്ചിട്ടുള്ളത്. ശ്രീ ശിവജി സാറിനെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ അഭിമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തെക്കുറിച്ചും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ സംസാരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അദ്ദേഹം നാടകത്തിൽ നിന്നാണ് സിനിമയിലെത്തിയത്. നാടകത്തിന് വേണ്ടി അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അടുത്തതായി നമ്മുടെ സൂതൻ മാഷ്, നമ്മുടെ പ്രിയപ്പെട്ട മാഷ്, നമ്മുടെ അധ്യാപകനായിരുന്നു സൂതൻ മാഷ്. നമ്മുടെ അധ്യാപകൻ മാത്രമല്ല നമ്മുടെ സ്കൂളിലെ മാനേജരും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനായ അപ്പുമാഷായിരുന്നു ഈ സ്കൂൾ സ്ഥാപിച്ചത്. അപ്പുമാഷിൻ്റെ ഭാര്യയും സൂതമാഷ അമ്മയും ആയ തങ്കമ്മ ടീച്ചറും ഈ സ്കൂളിലെ അധ്യാപകരായിരുന്നു. അതുപോലെ തന്നെ സൂതമാഷിൻ്റെ ഭാര്യ അജിത ടീച്ചറും ഈ സ്കൂളിലെ അധ്യാപകരായിരുന്നു. കൂടാതെ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനം കൂടിയായ അദ്ദേഹം നമ്മുടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. സൂതമാഷെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രമണൻ നമ്മുടെ സഹപാഠിയാണ്. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ഒരു കലാകാരനാണ് എന്ന് കേട്ടിരുന്നു. പക്ഷെ അദ്ദേഹം കവി കൂടിയാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം എഴുതിയ പ്രണയിനി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ചാക്കോടി അന്തിക്കോട് സാറാണ്. ചാക്കോ മാഷ് എന്ന് വിളിക്കുന്ന ചാക്കോടി അന്തിക്കാട്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അധ്യാപകൻ മാത്രമല്ല ഒരു നടനും നാടക സംവിധായകനും നിരൂപകനും കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനുമാണ് അദ്ദേഹം. അങ്ങനെ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം ഇതുകൊണ്ടും ഈ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി സർവ്വത യോഗ്യനാണ്. അന്തിക്കാടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം ജനിച്ചു വളർന്നത് അന്തിക്കാടാണ്. എന്നിരുന്നാലും ഇപ്പോൾ താമസിക്കുന്നത് ചേർപ്പിലാണ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇനിയുള്ളത് ശ്രീ പോൾസൺ താണിക്കൽ. അദ്ദേഹം ഒരു നടനും നാടക സംവിധായകനുമാണ്. അദ്ദേഹത്തിന് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകം, രമണൻ രചിച്ച പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സഹപാഠിയായ രമണൻ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര്, പുസ്തകത്തിൻ്റെ പേര് പ്രണയിനി. അദ്ദേഹത്തിൻ്റെ പേര് രമണൻ സ്നേഹതീരം. ആ പേരിൽ തന്നെയുണ്ട് പ്രണയവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പേര്, സ്നേഹതീരം. അദ്ദേഹത്തിന് പ്രണയമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ആ പുസ്തകം പ്രകാശനം ചെയ്താൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ കവിതയിൽ എന്താണ് എന്ന കാര്യം ചാക്കോ സാറും അതുപോലെ തന്നെ പോൾസൺ സാറും രമണനും അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കൂടുതലായി പറയും എന്ന് വിശ്വസിക്കുന്നു. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണ്. പ്രണയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ജനിച്ചു വീഴുന്ന കുട്ടി തൊട്ട് മരിക്കുന്നവരെ ആ പ്രണയം നമ്മുടെ ഉള്ളിലുണ്ടാവും. പ്രണയമില്ലാത്ത മനസ്സ് എന്ന് പറയുന്നത് ഒരു മരുഭൂമി പോലെ വരണ്ടതായിരിക്കും. പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന മനസ്സാണെങ്കിൽ അവർക്കായിരിക്കും സഹജീവികളോടും ഈ ലോകത്തിനോടും തന്നെ സഹാനുഭൂതിയും കാരുണ്യവും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രണയം അദ്ദേഹത്തിന് മറുപടി പറയാൻ കിട്ടുന്ന സമയത്ത് കൂടുതൽ പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ശ്രീ രമണൻ സ്നേഹതീരത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമുക്ക് രണ്ടുപേര് കൂടി വരാനുണ്ട്. ഷംസാദ് ബഷീർ, നമ്മളിവിടെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്ന ഷംസാദ് ബഷീർ, അതുപോലെ തന്നെ നമ്മുടെ സഫ്വാൻ. ഇവരെ രണ്ടുപേരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അവരിവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അവരെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷംസാദ് ബഷീർ നമ്മുടെ സഹപാഠിയാണ്. അടുത്ത കാലത്തായി അവർ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. അതുപോലെ സഫ്വാൻ തായ് ബോക്സിംഗിൽ നാഷണൽ ഗോൾഡ് മെഡൽ വിന്നറാണ്. അദ്ദേഹം ഏഷ്യൻ ഇൻഡോർ ഗെയിംസിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ന് ഈ പരിപാടി പങ്കെടുക്കുന്നതിനും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്നേഹകൂടാരത്തിലെ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ വേദിയിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ ആദ്യ കുടുംബ സംഗമം, രണ്ടാമത്തെ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ശിവജി ഗുരുവായൂർ അവർകൾ, അതുപോലെ ഇന്ന് മുഖ്യ പ്രഭാഷണവും നമ്മുടെ അനുമോദന ചടങ്ങുകളും നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സുഗതൻ മാസ്റ്റർ, ഇവിടെ രമണൻ്റെ പുസ്തക പ്രകാശനത്തിനായി എത്തിയിട്ടുള്ള ശ്രീ ചാക്കോട്ടി അന്തിക്കാട്, പുസ്തകം സ്വീകരിക്കാൻ റിവ്യൂ ചെയ്യുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ള പോൾസൺ താണിക്കൽ, മറുപടി പ്രസംഗം പറയുന്ന രമണൻ സ്നേഹതീരം, സ്വാഗതം പറഞ്ഞ മനോജ് KG, നന്ദി പറയുന്ന ഷീജ സുകുമാരൻ, അതുപോലെ ഇവിടെ അനുമോദിക്കപ്പെടുന്ന ഷംസാദ് ബഷീർ, സൗഫാൻ, എല്ലാവർക്കും നമസ്കാരം. 2024 ഒക്ടോബറിൽ നമ്മൾ ആരംഭിച്ച ഈ സ്നേഹക്കൂട് അപ്പുമാഷ് സ്കൂൾ 81-82 ബാച്ചിൻ്റെ രൂപീകരണം 2024 ഒക്ടോബറിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഫെബ്രുവരി 2 ആദ്യ സമാഗമം നടത്തുകയുണ്ടായി. വളരെ ഗംഭീരമായ ഇതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നില്ല അന്ന്. ഈ ഹാൾ നിറഞ്ഞ കവിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ പഠിപ്പിച്ച ഒട്ടുമിക്ക അധ്യാപകരെ ഇവിടെ എത്തിക്കാനും അവരെ കൊണ്ട് 2 വാക്ക് നമ്മൾ പറയിക്കാനും അവരുടെ ആശീർവാദം ഒരിക്കൽ കൂടി ഏറ്റുവാങ്ങുന്നതിനും നമുക്കന്ന് സാധിച്ചു.
ഇന്നും പല അധ്യാപകരും നമ്മളെ പേഴ്സണലായി ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ്. ഇന്ന് നമ്മൾ 111 പേർ ഈ ഗ്രൂപ്പിലുണ്ടായിട്ടും ഏകദേശം 52 അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കുമെന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതിൽ അതിയായ ദുഃഖമുണ്ട്. എങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവരും എത്തിച്ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ ഗ്രൂപ്പ് സാധാരണ ഒരു ഗ്രൂപ്പല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ UP തലങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവാറില്ല, അപൂർവമായിട്ടേ ഉണ്ടാവുന്നുള്ളൂ. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച മുഖങ്ങളെ കണ്ടെത്തുവാനും അവരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും ഈ സമൂഹത്തിൽ നമ്മളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാനും കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ പേഴ്സണലായിട്ടും അല്ലാതെയുമുള്ള നമ്മുടെ ദുഃഖങ്ങളും സ്നേഹങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കിടാനും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പുതിയ വികസനങ്ങളെക്കുറിച്ചും പണ്ടത്തെ കാലത്തെക്കുറിച്ചുമൊക്കെ ഓർമ്മിക്കാനും ഈ ഗ്രൂപ്പ് വളരെ സഹായിച്ചിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപരമായി, വളരെ സന്തോഷത്തോടുകൂടി ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഒത്തുകൂടാറുണ്ട്, അല്ലാതെയും ഒത്തുകൂടാറുണ്ട്. എല്ലാവരോടും ആ കാര്യത്തിലൊക്കെ വളരെ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ പൊതുവെ നമ്മുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മനോജിൻ്റെ നേതൃത്വത്തിലും രജിതയുടെ നേതൃത്വത്തിലൊക്കെ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ വിജയികൾക്കൊക്കെ സമ്മാനം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. സമ്മാനമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ സമ്മാനം വാങ്ങിക്കേണ്ടത് അധികം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, ഇന്നലെ നമ്മുടെ SNVP സ്കൂളിൻ്റെ, കുമാഷ് സ്കൂളിൻ്റെ 99ാം വാർഷികമായിരുന്നു. ഞാൻ അവിടെ ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ 4 പേര് അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള. അവിടെ ഇരുന്ന് ആ കുരുന്നുകളുടെ ആ പ്രോഗ്രാമുകളൊക്കെ കണ്ട്, ആ 5ഉം 7ഉം വയസ്സുള്ളവരുടെ ആ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയി. അന്ന് എനിക്ക് ഓർമ്മ വന്നു, സുഗതമാഷ് നാടകം കളിക്കുന്നതും പ്രചോദനി അടക്കമുള്ളവരൊക്കെ നാടകം അഭിനയിക്കുന്നതും സുഗതമാഷ് അടക്കം അതിൽ അഭിനയിച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ. സംവിധാനം ചെയ്യുന്നതും അന്ന് ഈ നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് സത്യത്തിൽ ആ പ്രോഗ്രാം അല്ല കണ്ടത്, ആ ചിന്തകളിലേക്കാണ് പോയത്. ആ ചിന്തകളും നമ്മുടെ ഗ്രൂപ്പും തമ്മിൽ വളരെ അടുപ്പമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്തായാലും സുഗതമാഷോട് ഒരു നന്ദി പറയണം. കാരണം ഇത്രയും വലിയൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് അറിഞ്ഞിട്ടല്ല ഞാനവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തന്നെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ രജിതയുടെ യാത്രയപ്പ് അവിടെ നടക്കുകയുണ്ടായി. വികാരഭരിതമായ പ്രസംഗമൊക്കെ ആയിരുന്നു രജിത അവിടെ അവതരിപ്പിച്ചത്. സത്യത്തിൽ വിഷമം തോന്നി. രജിതയ്ക്ക് ഇവിടെ വരാൻ പോലും മടിയാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അടുത്ത വർഷം നമ്മുടെ SNVP സ്കൂൾ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് മുൻകൂട്ടി തന്നെ സുഗതമാഷോട് നമ്മുടെ സഹായവും സഹകരണവും എല്ലാം ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ പറയുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റുകളും സുഗതമാഷും മുഖ്യപ്രഭാഷണം നടത്തും. അവർ പറയും. പക്ഷെ പറയാൻ കേൾക്കാനാണ് വളരെ കുറവുള്ളൂ എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത്. നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹം വളരെ സന്തോഷത്തോടെയും വളരെ കാര്യമായി തന്നെയാണ് 9:45 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 9:45 ഇവിടെ കറക്റ്റായിട്ട് എത്തി. അദ്ദേഹത്തിനോട് ആ
സ്നേഹം അത് സാധാരണ ആരും ചെയ്യാത്തൊരു സംഭവമാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പോലും ചെയ്യാത്ത സംഭവം ആ സമയത്ത് കൃത്യമായി എത്തിയതിൽ വളരെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ തന്നെയല്ല, ശിവജി ഗുരുവായൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഒരാളാണ്. വില്ലൻ കഥാപാത്രമാണ് അതാണ് കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, വില്ലന്മാരെയാണ് കൂടുതൽ ഇഷ്ടം. പണ്ട് ഇവിടെ നമ്മൾ ഒരിക്കൽ TG രവിനെ കൊണ്ടുവന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എല്ലാവരും പേടിച്ചു. TG രവിനെ കണ്ടാൽ എല്ലാവർക്കും ഒരു പേടിയായി ആ കാലത്ത്. TG രവി അന്ന് 2 ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറി അവിടെ എല്ലാവരും. അതുപോലെ ശിവജി സാറിന് എല്ലാ ഭാവങ്ങളും ഇനി അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സിനിമ കാണും, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുപോലെ സുധമാഷേനെ നമുക്കൊന്നും പറയേണ്ടതില്ല, നമ്മുടെ അധ്യാപകനായിരുന്നു, സ്കൂളിൻ്റെ മാനേജറായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും ഹെഡ് മാസ്റ്റർ ആവുകയും ഇപ്പോൾ മാനേജറാവുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുധമാഷ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ രമണൻ്റെ പുസ്തക പ്രകാശനം കൂടി ഇവിടെ നടക്കുകയാണല്ലോ. യാദൃശ്ചികമായിട്ട് രമണനെ പലരും അന്വേഷിച്ചിരുന്നു, പക്ഷെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം ഫിക്സ് ചെയ്ത് 2-3 ദിവസമാണ് രമണനെ കണ്ടെത്തുന്നത്. അപ്പോഴാണ് രമണൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയും ഇവിടെ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് നമ്മൾ സമ്മതിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തക പ്രകാശനത്തിനെത്തിയിട്ടുള്ള ചാക്കോടി അന്തുക്കാട് അദ്ദേഹം സ്വാഗത പ്രാസംഗിക മനോജ് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോൾസൺ താണിക്കൽ സാറ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ശ്രീ ശിവജി ഗുരുവായൂരിനെ ക്ഷണിച്ചു. നന്ദി, നമസ്കാരം.